വളരെ പേരുകൊണ്ട് തന്നെ അർത്ഥവത്താവുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ. വേദങ്ങളുടെ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവിത്രമായ ഒരു വൃക്ഷമാണ് ദേവദാരു. ദേവദാരു വൃക്ഷത്തിൽ ഇത്തിക്കണ്ണി വന്നു കഴിഞ്ഞാൽ വൃക്ഷമാരും വെട്ടാറില്ല, ഇത്തിക്കണ്ണി വെട്ടിക്കളയാറാണ് നടപടി. ദേവദാരു വൃക്ഷം വളർന്നു വരാൻ തന്നെ വലിയ പ്രയാസമാണ്. ആ വൃക്ഷം വളർന്നു വന്നു കഴിഞ്ഞാൽ ദൈവിക സാന്നിധ്യമുള്ള പവിത്രമായ വൃക്ഷത്തിൽ കടന്നു കയറുന്ന ഇത്തിൽ കണ്ണിയെ വെട്ടി ദൂരെ എറിയുക എന്നുള്ളതാണ് ഇന്ന് സമൂഹം ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിന് ഏറ്റവും അനുയോജ്യമായ പേരാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇതിനെ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ വായിക്കാനൊരവസരം കിട്ടി. മുഴുവനായി വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അധ്യക്ഷൻ പറഞ്ഞതുപോലെ തെളിവുകളുള്ളതും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. കേരളത്തിലെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഈ പുസ്തകം വായിക്കണം. നായർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഇത് ഒരു മഹാപ്രസ്ഥാനം തൻ്റെ ജീവിതം മുഴുവൻ സമുദായത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, നാടിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച്, നഗ്നപാതനായി ഒറ്റ മുണ്ടും ഒറ്റ വസ്ത്രവും, ഇത് മഹാത്മാഗാന്ധിക്ക് ശേഷം ഏറ്റവും ലാളിത്യമുള്ള വസ്ത്രം ധരിച്ച്, ലളിതമായ ജീവിതം നയിച്ച്, ലഘുഭക്ഷണം കഴിച്ച്, ഒരു സന്യാസിയെ പോലെ പോകുന്ന വഴിക്ക് കിട്ടുന്നത് എന്തും ആര് കൊടുക്കുന്നതും, ഏത് ദരിദ്രൻ കൊടുക്കുന്നതും സമ്പന്നൻ കൊടുക്കുന്നതും ഒരുപോലെ ഭക്ഷിച്ചൊരു ഒരു മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹി, ദൈവതുല്യനായ മന്നത്ത് പത്മനാഭൻ പിടിപ്പണം വാങ്ങിയും പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ അന്നത്തെ വെച്ചിരുന്ന പോലും എടുത്ത് സംഭാവനയായി അദ്ദേഹത്തിന് നൽകി കാണിച്ച സ്നേഹം, ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് നായർ സർവീസ് സൊസൈറ്റി, അതിനെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ. കേരളത്തിലെ മുഴുവൻ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്കും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് സ്വപ്നം കണ്ട മന്നത്ത് ആചാര്യന് വളരെ വർഷം മുമ്പ് തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധനാകാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞുവെങ്കിലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ നായർ സർവീസ് സൊസൈറ്റിയാണ്. ഒരുപക്ഷെ SNDP-യേക്കാൾ, ക്രിസ്തീയ മിഷനറികളെക്കാൾ ഏറ്റവും അധികം സ്കൂളുകൾ സ്വന്തമായി ഒരു സമുദായത്തിന് നിർമ്മിക്കാൻ കഴിഞ്ഞതും സ്ഥാപിക്കാൻ കഴിഞ്ഞതും മന്നത്ത് ആചാര്യനാണ്. മന്നത്ത് ആചാര്യൻ സ്ഥാപിച്ചതേ ഉള്ളൂ. മന്നത്ത് ആചാര്യൻ നായർ സമുദായക്കാർ ഏറ്റവും കുറച്ച് താമസിക്കുന്ന മഞ്ചേരിയിൽ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി മലപ്പുറം ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിട്ട് നിൽക്കുമ്പോൾ ആ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും ഗംഭീരമായ വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം സ്ഥാപിച്ചത് മന്നത്ത് ആചാര്യനാണ്. മലപ്പുറം ജില്ലയുടെ ഇന്നത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ ആദ്യത്തെ അടിസ്ഥാന ശില എന്ന് പറയുന്ന ആചാര്യൻ സ്ഥാപിച്ച കോളേജാണ്. അങ്ങനെ കണ്ണൂർ മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയും കോളേജുകൾ സ്ഥാപിച്ചു. പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കോളേജ് എന്ന സങ്കല്പമാണ് കരമന NSS കോളേജ് അദ്ദേഹം സ്ഥാപിച്ചത്. ഇത്ര വലിയ ആശയമാണ്. കാരണം സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ സ്ത്രീ വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നാണ്. സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അദ്ദേഹം കോട്ടയം ജില്ലയിൽ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ വിഷനാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്ന അമ്മ, തൻ്റെ പ്രിയപ്പെട്ട മാതാവാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് തിരിതെളിച്ചത്. സ്ത്രീ അകത്തളത്തിൽ ഇരിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് സ്വന്തം അമ്മയെ മുൻനിരയിൽ കൊണ്ടുവന്ന അമ്മ നിലവിളക്ക് കൊളുത്തി വെച്ച് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ന് ചില ആളുകൾ കൈയടക്കിയിരിക്കുകയാണ്. അത് നേരായ വഴിയിൽ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു വലിയ ഭരണഘടനയുള്ളൊരു ജനാധിപത്യ രാജ്യം, മതേതരത്വം നിലനിർത്തുന്ന ഒരു ജനാധിപത്യം. ആ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി മന്നത്ത് ആചാര്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണുള്ളത്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർ. ഇതിൽ രണ്ട് പണമിടപാട്, അഴിമതി എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന രണ്ട് വിധത്തിലാണ്. ഒന്ന് സ്വജനപക്ഷപാതമാണ് പ്രധാനമായിട്ട്. ഏറ്റവും വലിയ അഴിമതി NSS-ൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSS-ൽ നിയമിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരാളെ ചോദിച്ചു, എന്താണ് NSS, എന്താണ് ഈ കാണിക്കുന്നത്? NSS എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല? ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ തൂപ്പ ജോലിക്ക് കയറാൻ പോലും യോഗ്യതയുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് NSS മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അല്ലാതെ NSS മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടോ NSS ആംബിയർ ഇല്ലാത്തതുകൊണ്ടോ അല്ല.
ലോകം ഓടുകയാണ്. എന്താണ്? പുതിയൊരു യുഗത്തിലേക്ക് വന്നു. നമ്മളെല്ലാവരും എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? IT രംഗത്തേക്ക് വന്നു, IT പാർക്കുകൾ സ്ഥാപിക്കുന്നു, IT രംഗത്ത് വലിയ വളർച്ച ഉണ്ടാക്കുന്നു, പഠിത്തം, അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നു, അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അനേകായിരം പ്രമുഖ വ്യക്തികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഈ സമുദായത്തിൽ ജനിച്ചവർ IT രംഗത്തൊക്കെ പ്രമുഖരുണ്ട്. അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ഒരു IT പാർക്ക് തുടങ്ങി അവിടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ, യുവതി യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ ഒരിക്കലും NSS ശ്രമിച്ചില്ല. പകരം ചായക്കട തുടങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. ഏറ്റവും നല്ല പദ്ധതി, മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ഏറ്റവും വലിയ പദ്ധതി തൂശനില. 3-4 സ്ത്രീകൾ ചേർന്ന് ഒരു ചായക്കട തുടങ്ങിക്കൊള്ളാൻ പറയുക. അത് അവരെ ചെലവിൽ തുടങ്ങിക്കൊണ്ട് ലോൺ എടുക്കാൻ ധനലക്ഷ്മി ബാങ്ക് വരുമെന്നാണ്. ധനലക്ഷ്മി ബാങ്കിലേക്ക് ഞാൻ വരാം, ധനലക്ഷ്മി ബാങ്കിലേക്ക് വരാം. അതൊരു കഥയുണ്ട്, അത് നല്ലൊരു സ്റ്റോറിയാണ്. അത് മാധ്യമങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അറിയേണ്ട, മാധ്യമങ്ങളോട് ജനങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട, ഓരോ നായർ സമുദായമോ അല്ലാത്തവരും അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ നമ്മള് ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്ത് ആചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേര അല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്, ഇപ്പൊ തോന്നുന്നുണ്ട് നമുക്ക്. ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറി ഇരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. അപ്പം നിങ്ങൾ 43 പേർക്ക് ഒരു വീട്ടിൽ ജോലി കൊടുത്തു. അത് ഒരു IT പാർക്ക് തുടങ്ങുന്നതിന് വരം ചായക്കട തുടങ്ങിക്കൊള്ളാൻ പറയുക. തിരുവനന്തപുരത്തെ പ്രമുഖ നായർ നേതാക്കന്മാരൊക്കെ ഇപ്പം ചായക്കട നടത്തുക, ഹോട്ടലിൽ നടത്തുക. മസാല ദോശയ്ക്ക് ഈയടുത്ത് ഒരു നേതാവ് പറഞ്ഞത് 5000 രൂപയാണ് ഗ്യാസിന് ഒരു ദിവസം കൂടിയിരിക്കുന്നത്. എങ്ങനെ പിടിച്ചു നിൽക്കും? തുടങ്ങിയ ആൾ മിണ്ടുന്നില്ല, കേട്ടോണ്ട് ഉണ്ടായിരിക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റാതെ മറ്റേ ആൾ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക. ഏതാ ഈ 5000 നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ നാളെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തു നിന്നും മരണം കഴിഞ്ഞ് അതിൻ്റെ അടക്കം പള്ളിയിലാണെങ്കിലും വീട്ടിൽ ശ്മശാനത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അടക്കം കഴിഞ്ഞ് ചിത കത്തിച്ചതിന് ശേഷം മാത്രമേ ഏത് മഹത് വ്യക്തിയുടേതും ഏത് പാവപ്പെട്ടവൻ്റെയും അനുശോചനയോഗം കൂടാറുള്ളൂ. പക്ഷേ അരികുമാർ കോയിക്കൽ മരിച്ച് മൃതദേഹം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ സംസ്കാരത്തിന് മുമ്പേ അനുശോചനം കൂടി മകനെ യൂണിയൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതൊരു ലജ്ജയില്ലായ്മ എന്നതിനെ കുറിച്ച് ലോകത്തൊരാളെ കൊണ്ടല്ലാതെ അതിന് പറ്റത്തില്ല. ലോകത്ത് ഒരാളെ കൊണ്ട്, കാരണം ഈ ഓട്ടോമാറ്റിക്കായിട്ട് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ പ്രസിഡന്റ് മരിച്ചാൽ പ്രസിഡന്റ് ആവും. അത് 2 ദിവസം കഴിഞ്ഞാലാവും, 3 ദിവസം കഴിഞ്ഞാലാവും. പക്ഷെ ആ ദിവസം തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോയി ഈ ചിത കത്തിക്കുന്നതിന് മുമ്പേ അവിടെ ചെന്ന് യോഗം വിളിച്ചു കൂട്ടി അനുശോചനം രേഖപ്പെടുത്തി. അപ്പൊ ഇത് ഡയറക്ടർ ബോർഡിൽ വന്നപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞ് വീണ്ടും കലഞ്ഞൂർ മധുവിനോട് ചിലർ മിണ്ടി. നാണമില്ല. ഇന്നിപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് സമരം സംഘടിപ്പിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് പറഞ്ഞേ. നാണമില്ലാതെ അവരോടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നേക്കാൾ ഇറങ്ങിപ്പൊയ്ക്കൂടെ, ഇറക്കി വിടുന്നതിന് മുമ്പേ എന്ന് ആജ്ഞാപിക്കുമ്പോൾ അത് ഞാനല്ല എന്ന് പറഞ്ഞിരിക്കുക. ഇന്ന് ആരാണ്ടൊരു നേതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ജാഥയും കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഇന്ന് അല്ലയോ എന്നോട് ബ്രിഗേഡ് പറഞ്ഞാൽ ഇങ്ങനെ വരുമെന്നല്ലയോ? ആ ആള് ഇരിക്കുമ്പോ അടുത്ത കസേര കലഞ്ഞൂർ മധുവിന്റെ അടുത്ത കസേരയിൽ ഇരുന്നത് അയാളാ. ഞാൻ അന്വേഷിച്ചു, എന്തോ ചോദിച്ചു, മിണ്ടിയതിന് പേരിൽ പറഞ്ഞതാണ് കലഞ്ഞൂർ മധുവിനോട് മിണ്ടി. അങ്ങനെയുള്ളവർ ഇവിടെ ഇരിക്കരുത്, നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം, ഇറക്കി വിടുന്നതിന് മുമ്പേ. പക്ഷെ നാണമില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ പറഞ്ഞു. എന്നിട്ട് ഇന്ന് ഇവിടെ ജാഥ നടത്താൻ വന്നിരുന്നെങ്കിൽ പേര് പറഞ്ഞ് ഞാൻ പറഞ്ഞേനെ, വന്നിരുന്നെങ്കിൽ പേര് ഞാൻ വെളിപ്പെടുത്തിയേനെ. അപ്പൊ ഇതൊക്കെ ലജ്ജയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തിക്കണ്ണിയെ പോലും നമുക്ക് പറിച്ചു കളയാം. ഇതങ്ങനെയല്ല. ഇതിൽ കടന്നു കയറി ഈ മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, എന്നെ പിരിച്ചുവിട്ടു. എനിക്ക് 200 വോട്ടിലധികം ഭൂരിപക്ഷം നേടി ഞാൻ ജയിച്ചു വന്ന എന്നെ പിരിച്ചുവിട്ടത് ശരിയല്ല എന്ന് പറഞ്ഞു 18 അംഗ കമ്മിറ്റിയിലെ, ഞാൻ നേരത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട് എന്തിയെന്ന് ചോദിച്ചതിന്റെ സാധനം ഇതാണ് സാധനം.